പക്ഷെ ഇപ്പം ഈ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആവണിയുടെ കാര്യം, ആകാശിന്റെ കാര്യം, പിന്നെ മയക്കുമരുന്നിന്റെ ഏർപ്പാട്, അതിലൊന്നും എനിക്ക് പങ്കില്ല. അതൊക്കെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയതിന്റെ പേരില ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത്. ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ തമ്മിലുള്ള വഴക്ക് പരിഹരിക്കണോ? വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നിൽക്കാനുള്ള അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഞാൻ ഈ നാട് വിട്ടു പോയാലൊന്ന് ചിന്തിക്കുക. അതിന് എന്റെ ദയനീയമായ ഒരു അവസ്ഥ കൊണ്ട് ചോദിക്കുക. സത്യത്തിൽ യാത്രാക്കൂലിക്ക് പോലും വകയില്ല. എവിടെയെങ്കിലും ചെന്നാൽ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണമെങ്കിൽ അതിനും കയ്യിൽ എന്തെങ്കിലും വേണം. ആനന്ദ് മുമ്പ് എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നു. അന്നത്തെ വാശിക്ക് ഞാൻ തന്നെ ആക്ഷേപിക്കുകയും ചെയ്തു. വീടിന്റെ അവകാശം പൂർണ്ണമായി മൈഥിലിക്ക് വിട്ടുകൊടുത്ത എന്നെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നില്ലേ? ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട, ഞാൻ ഒപ്പിട്ട് തരാം. അതിന് നിങ്ങൾ തീരുമാനിക്കുന്നൊരു തുക എനിക്ക് തരണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇതിന് മൈഥിലി സമ്മതിക്കില്ല, പക്ഷേ നിങ്ങൾ നിർബന്ധിച്ചാൽ സമ്മതിക്കും. ഇതിന് പകരം ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, മൈഥിലിയും കുഞ്ഞുങ്ങളെയും ഒരു കാലത്തും ഞാൻ ഉപദ്രവിക്കില്ല എന്ന് ഒരു വാക്ക് കൊടുക്കാം. അത്ര എന്നെ കൊണ്ട് പറ്റും. താഴോട്ട് പോകാവുന്നതിൻ്റെ പരമാവധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു വീഴ്ചയില്ല. സനകെ, താനീ പറഞ്ഞൊക്കെ ആത്മാർത്ഥതയോടെയാണെന്ന് വിശ്വസിക്കാനാ ഞങ്ങൾക്കിഷ്ടം. കാരണം ഞങ്ങൾക്ക് രണ്ട് മുഖമില്ല. പക്ഷേ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് മൈഥിലിയോടൊന്ന് സംസാരിക്കണം. മൈഥിലിയുടെ തീരുമാനം എന്താണോ അതേ നടക്കും. മതി. പിന്നെ മൈഥിലിയുടെ തീരുമാനം ഇതിനെതിരാണെങ്കിൽ അതോടെ വീണ്ടും താഴ്ത്തിവെച്ച പത്തിയെടുത്ത് ഉയർത്താൻ നിൽക്കണ്ട. താൻ പറഞ്ഞല്ലോ താഴ്ചയുടെ ഏറ്റവും അവസാനത്തെ പടിയിലാണ് നിൽക്കുന്നതെന്ന്. ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഒരൊറ്റ ചവിട്ട് ആ പടിയിൽ നിന്നും താൻ താഴേക്ക് പോകും. അവിടെ ഞങ്ങൾ മണ്ണിട്ട് മൂടും. ശേഖർ, വേണ്ട, സാരങ്ങ് പൊയ്ക്കോളൂ. താങ്ക് യു. അനുകൂലമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വിശ്വസിക്കാൻ പറ്റുമോ? രാഹുലുമായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാളുടെ വീഴ്ച അയാൾ അംഗീകരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം.